ചെയ്യാനായിട്ട് എല്ലാം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഷേപ്പ് അടിക്കണ്ടേ? ഷേപ്പ് അടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൈയുടെ അടിവണ്ണം നമുക്ക് 5 ആയിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മൾ 5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു, 5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വേണ്ടത് ചെസ്റ്റ് റൗണ്ട് നമുക്ക് 9.5 + 1.5 ഇല്ലായിരുന്നു. അപ്പോൾ ആ 9 നമ്മൾ സെൻറ്റർ ലൈൻ ചെയ്തിട്ട് 9.5 ഇങ്ങോട്ടും 9.5 ഇങ്ങോട്ടും ആയിട്ട് കൊടുക്കണം. അപ്പോൾ എത്രയാണ്? 9.5 + 9.5 19. ആ 19 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വരെ കറക്റ്റ് 19. അപ്പോൾ 9 സെൻട്രലൈസ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഷേപ്പ് റൗണ്ട് നമുക്ക് വേണ്ടത് 8.5 + 1.5. അപ്പോൾ 8.5 നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് 8.5 ഇങ്ങോട്ട് 8.5 നിൽക്കത്തക്ക വരും. എന്ത് ചെയ്യണം? ഇങ്ങോട്ട് സ്ലീവിൽ നിന്ന് ചെസ്റ്റിലേക്ക്, ചെസ്റ്റിൽ നിന്ന് ഷേപ്പിലേക്ക്, ഷേപ്പിൽ നിന്ന് ബോർഡർ റൗണ്ടിലേക്ക് നമ്മൾ എങ്ങനെ പോകണം? ഇവിടെ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ചിലേക്ക് താഴേക്ക് അടിച്ചു തരണം കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മളിങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. ഈ സൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. ഷേപ്പിൽ നിന്ന് ചെസ്റ്റിലേക്ക്, ചെസ്റ്റിൽ നിന്ന് നമ്മുടെ സ്കേർട്ട് പാർട്ടിലേക്ക് കണ്ടോ. അതുപോലെ താഴേക്ക് വരുമ്പോൾ നമ്മൾ എ ലൈൻ അടിക്കുന്നതിൻ്റെ ഒരു മെത്തേഡിലാണ് അടിച്ചു പോയാൽ മതി കേട്ടോ താഴേക്ക്. ഇനി ഇങ്ങനെ ഇപ്പോൾ ഈ സൈഡ് നമുക്ക് ഇങ്ങനെ അടിക്കാൻ നേരത്തെ ഈ സൈഡ് നമുക്ക് ഇങ്ങനെ അടിക്കാം അല്ലേ? ഈ സൈഡ് അടിക്കാൻ നേരത്തെ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചിട്ട് പിന്നെ തിരിച്ച് പിടിച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തതെല്ലാം കണ്ടോ, ഈ ഫിംഗർ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇതെന്താ ഇവിടെ കൊടുക്കുക. ഈ പോയിന്റിൽ പിടിച്ചിട്ട് ഈ പോയിന്റിൽ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വീലൊക്കെ ട്രേസ് ചെയ്തും കൊടുക്കാം കേട്ടോ. കേട്ടോ ഇങ്ങനെ ഷേപ്പ് റൗണ്ട് നമുക്കത് പോയിന്റിൽ നിന്ന് കറക്റ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ സൈഡ് മാർക്ക്. ഇപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും തയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരണ്ടേ? ലെഫ്റ്റ് സൈഡിലേക്ക് ക്ലോത്ത് കിടക്കാവും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് തയ്ക്കണമെങ്കിൽ ഇതുപോലെ ഈ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ തയ്ച്ച് വരുമ്പോൾ ഈ തയ്യൽ തുമ്പും നമ്മൾ അങ്ങോട്ട് വയ്ക്കണം. അതായത് സ്ലീവിലേക്ക് വയ്ക്കണം. ബോഡി പാർട്ടിലേക്ക് ഒരു കാരണവശാലും വരരുത് കേട്ടോ. അങ്ങോട്ട് വയ്ക്കണം. അല്ല വെച്ച് ചെസ്റ്റിൽ നിന്ന് ഷേപ്പിൽ നിന്ന് സ്ലീവ് റൗണ്ടിലേക്ക് ഇതിങ്ങനെ പോകണം കേട്ടോ. താഴെ വരെ ലെങ്ത്തിൽ തയ്ച്ചേക്കുന്നു കേട്ടോ. കൊച്ചിന് ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞ കാരണം ലെങ്ത്തിൽ പോന്നിട്ടുണ്ട്. 1/2 ഇഞ്ച് ബേസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ അടിച്ചു പോകണം കേട്ടോ. സൈഡ് കൂട്ടിയതിന് ശേഷം നമ്മൾ താഴെ ഭാഗം 1 ഇഞ്ച് തയ്യത്ത് വിടണം. 1/2 ഇഞ്ച് ടു 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് 1/2 ഇഞ്ച് പ്ലസ് ചെയ്ത് 1/2 ഇഞ്ച് പ്ലസ് ചെയ്ത് അരികിലൂടെ തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്ലേറ്റിൽ പീറ്റത്തിയുടെ സ്റ്റിച്ചിങ് ചെയ്തു.